ആ ഗുരുവായൂർ പൊന്നുണ്ണിക്കണ്ണൻ ചേലത്തെ പട്ടുകോണകം ചുറ്റി ഒറ്റത്തിലകം ചാർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. കാണേണ്ട കാഴ്ചയാണ്. എത്ര പേർ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്? എപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുക? ഭഗവാന്റെ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലെ പന്തീരടി പൂജയ്ക്കാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുക. തലേ ദിവസം സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞാൽ മണിക്കിണറിന് സമീപം അരിയളവാണ് ആദ്യ ചടങ്ങ്. ഓദിക്കൻ ഗണപതി നേദ്യം നടത്തും. പത്തുകാരൻ വാര്യർ ഊരളൻ മല്ലിശ്ശേരി നമ്പൂതിരിയോടും ഓദിക്കന്മാരോടും വഴിപാടുകാരനോടും അനുവാദം വാങ്ങി ഭഗവാനെ തൊഴുത് അരിയളന്ന് 2 നാരായം അരി നേദ്യത്തിനെയും 1 നാരായം അരി കൊണ്ട് ശർക്കര പായസവും തയ്യാറാക്കി കദളിപ്പഴം, നേന്ത്രപ്പഴം, നാളികേരപ്പൂള്, ശർക്കര എന്നിവയായി ഭഗവാൻ അത്താഴ പൂജയ്ക്ക് നേദിക്കും. ഇതേ പ്രകാരം നേദ്യം പിറ്റേന്ന് രാവിലെയും നേദിക്കും. ഭഗവാന്റെ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ ശീവേലിക്ക് ശേഷം പന്തീരടി മുതൽ 15 പൂജയാണ്. ഈ സമയത്ത് ആ ഭഗവാനെ ഒരു നോക്ക് കാണാനായിട്ട് ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വരും. ഭഗവാന്റെ 16ാമത്തെ പൂജയാണ് പന്തീരടി പൂജ. 15 പൂജകൾക്ക് ഭഗവാനെ നേദ്യം സമർപ്പിക്കുന്നത് ചെമ്പിലും ഭഗവാന്റെ 16ാമത്തെ പന്തീരടി പൂജയ്ക്ക് വെള്ളി ഉരുളിയിലുമാണ്. പാലഭിഷേകം, നവകാഭിഷേകം കഴിഞ്ഞ് വെള്ളി ഉരുളിയിൽ 3.25 നാരായം നേദ്യം പടച്ചതും പായസവും നേദിക്കും. ഈ സമയത്ത് ആ ശ്രീലകത്തുള്ള പൊന്നുണ്ണിക്കണ്ണൻ ചേലത്തെ പട്ടുകോണകം ചുറ്റി ഒറ്റത്തിലകം ചാർത്തി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. കാണേണ്ട കാഴ്ചയാണ്. കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തോന്നിയ ഒരു കാഴ്ച കണ്ടാല് ഇനി പോകുന്നവർ ഭഗവാന്റെ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലെ പന്തീരടി പൂജയ്ക്ക് ഭഗവാനെ കാണാനായിട്ട് ശ്രമിക്കുക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.